ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വായിച്ച വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം കഴിഞ്ഞ ഞായറാഴ്ചയുടെ ഏവൻഗേലിയോൻ വായനയിലെ ഒരു ചെറിയ ഭാഗമായിരുന്നു. പ്രധാനമായി യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്കായി തുറക്കപ്പെടും എന്നുള്ളത്. എന്നാൽ ചില വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ എന്നുള്ളത് ഒരേ കർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായി ഒരു കാര്യത്തിൻ്റെ 3 ഭാവങ്ങളാണ്. യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക. എന്നാൽ വീണ്ടും അവർ പറയുന്നുണ്ട്, ശരിയായിട്ടുള്ള മലയാള പരിഭാഷ കൊടുക്കുകയാണെങ്കിൽ യാചിച്ചുകൊണ്ടേ ഇരിപ്പീൻ, മുട്ടിക്കൊണ്ടേ അന്വേഷിച്ചുകൊണ്ടേ ഇരിപ്പീൻ, മുട്ടിക്കൊണ്ടേ ഇരിപ്പീൻ. എവിടെ വരെയാ? എന്ത് യാചിക്കുന്നുവോ, അന്വേഷിക്കുന്നുവോ, മുട്ടുന്നുവോ അത് ലഭിക്കുന്നിടം വരെ. അപ്പോൾ അതിന് കീപ്പ് ഓൺ ആസ്കിങ്, സീക്കിങ് ആൻഡ് നോക്കിങ്. ചില പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന ഒരു കർമ്മം എന്നുള്ളതിനേക്കാൾ ഉപരി പ്രാർത്ഥന നമ്മുടെ ജീവിത ശൈലിയായി മാറണം എന്ന്. ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത് തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുകയും തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒന്നാണ്. പ്രേയർ മസ്റ്റ് ബി എ ലൈഫ് സ്റ്റൈൽ. അത് നമ്മുടെ ഒരു ജീവിത ശൈലിയാക്കി മാറ്റണം എന്ന് പഠിപ്പിക്കുന്ന പിതാക്കന്മാരും ഉണ്ട്. ഒറിഗൻ എന്ന് പറയുന്ന ഒരു സഭാപിതാവിൻ്റെ വാക്കുകൾ ഞാൻ കടമെടുത്താൽ, ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ യാചനകൾക്ക് മറുപടിയായി പിന്തുടരുന്ന വിധത്തിൽ നമ്മൾ ജീവിക്കണം. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ യാചിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യുന്നു എങ്കിൽ പ്രാർത്ഥന നമ്മുടെ ഒരു ജീവിത ശൈലിയാക്കി മാറ്റുമെങ്കിൽ അതിന് അനുയോജ്യമായ വിധത്തിലായിരിക്കണം നമ്മുടെ ജീവിതവും എന്ന് വിശുദ്ധനായ ബസേലിയോസ്, വലിയ മാർ ബസേലിയോസ് പറയുന്നുണ്ട്. നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ ജീവിത രീതിയും ദൈവം നമ്മെ കേൾക്കുന്നതിനുള്ള നമ്മുടെ കഴിവിനെ ബാധിക്കും. അത് നമ്മുടെ ജീവിതവും രീതികളും എല്ലാം പ്രാർത്ഥനയുടെ ഭാഗമായി പരിണമിക്കണം എന്ന്. അപ്പം പ്രാർത്ഥന ഒരു ജീവിത ശൈലിയാക്കി മാറ്റണം. നമ്മുടെ ജീവിത ശൈലി തന്നെ അതിന് അനുയോജ്യവും ആനുപാതികവും ആക്കണം. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 8-ാം വാക്യത്തിൽ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ ഉദ്ബോധിപ്പിക്കുന്നു, ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം എന്ന്. അവ ദൈവമുൻപാകെ പ്രസാദകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ദൈവപ്രസാദകരമായ ഒരു ജീവിതക്രമമാണ്, ജീവിത ശൈലിയാണ്. ജീവിതത്തിൽ നേരും നെറിയും അത് നമ്മൾ വളരെ ഗൗരവപൂർവം എടുക്കണം. അപ്പം ഇതിനൊരു പരിധി, ഒന്ന് പ്രാർത്ഥിച്ചു അല്ലെ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല. ചില പിതാക്കന്മാർ
നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട സ്ഥിരോത്സാഹത്തെ ഉപമിക്കുന്നത് യാബോക്ക് കടലിടുക്കൽ വെച്ച് യാക്കോബ് ദൈവദൂതനുമായി നടത്തിയ ഒരു മൽപിടുത്തത്തോടാണ്. അവിടെ പറയുന്നു, യാക്കോബ് എന്താ പറഞ്ഞേ? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ള ഒരു ആത്മാവ് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ നിലനിർത്തേണ്ട ഒരു ആത്മാവാണ്. ഒന്ന് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു, അവിടെ കൊണ്ട് അവസാനിക്കുന്നല്ല. അത് ലഭ്യമാകുന്നിടം വരെ അതിൽ സ്ഥിരോത്സാഹത്തോടെ നാം തുടർന്നുകൊണ്ടേ ഇരിക്കണം. ബൈബിൾ സൊസൈറ്റിയിൽ എൻ്റെ ഒരു സഹപ്രവർത്തകൻ എനിക്ക് അയച്ചു തന്ന ഒരു ബിഷപ്പിൻ്റെ പ്രാർത്ഥനാ ശകലം. ആ ബിഷപ്പ് നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. അസീറിയൻ ഓർത്തഡോക്സ് ബിഷപ്പ്, ഓസ്ട്രേലിയയിലുള്ള മാറി എന്ന് പറയുന്ന ബിഷപ്പാണ്. അദ്ദേഹത്തെയാണ് അടുത്ത കാലത്ത് ഒരു മത തീവ്രവാദി യുവാവ് പോയി അനേക പ്രാവശ്യം കുത്തിയത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ പ്രാർത്ഥനയിൽ നമ്മൾ കാണിക്കേണ്ട ജാഗരൂകതയ്ക്ക്, സ്ഥിരോത്സാഹത്തിന്, മടുത്തു പോകാതെ അത് തുടരേണ്ടതിന് അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. അതായത് ലോകപ്രസിദ്ധരായ ഗോൾഫ് കളിക്കാരെ സൗദി രാജാവ് തൻ്റെ രാജ്യത്ത് വിളിച്ചു വരുത്തി. ഏതാണ്ട് 100 പേരോളം പ്രഗത്ഭരായ ലോകപ്രസിദ്ധരായ ഗോൾഫ് കളിക്കാരാണ് വന്നത്. ഒരു ദിവസം രാജാവ് അവർക്കൊരു വിരുന്നൊരുക്കി, ഡിന്നർ. വിരുന്നിൻ്റെ ഇടയ്ക്ക് രാജാവ് ഈ 100 ചില്ലുവാനും ഗോൾഫ് കളിക്കാരുടെ ഇടയിൽ ഇറങ്ങി നടന്ന് അവരോടൊക്കെ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് വന്ന ആർണോൾഡ് എന്ന് പറയുന്ന ഒരു വലിയ ഗോൾഫ് കളിക്കാരനോട് ഈ രാജാവ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വാട്ട് ഷാൽ ഐ ഡു ഫോർ യു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? അപ്പോൾ ഈ ആർണോൾഡ് എന്ന് പറയുന്ന കളിക്കാരൻ വളരെ ഇമോഷണലായി. എടാ, രാജാവ് എനിക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുന്നു, ഞാൻ എന്താ ചോദിക്കേണ്ടത്? ആകെ ഒരു കൺഫ്യൂഷനായി. അദ്ദേഹം പറഞ്ഞു, ഐ നീഡ് എ ക്ലബ്. ക്ലബ് എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. അതിൽ ഒരർത്ഥം ഗോൾഫ് കളിക്കുന്ന ഈ വടിക്ക് പറയുന്ന പേര് ക്ലബ് എന്നാണ്. ഐ നീഡ് എ ക്ലബ്. എനിക്ക് ഗോൾഫ് കളിക്കാൻ ഒരു വടി മതി. ഡിന്നർ കഴിഞ്ഞു, എല്ലാവരും അവരവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. ആർണോൾഡ് എന്നും രാവിലെ പോയി തൻ്റെ വീടിൻ്റെ പടിക്കൽ ഗേറ്റിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന മെയിൽ ബോക്സ് നോക്കും, രാജാവിൻ്റെ എന്തെങ്കിലും സമ്മാനം ഉണ്ടോ എന്നറിയാൻ. ഒരു ദിവസം പോയി, ഒന്നുമില്ലായിരുന്നു. 2 ദിവസം പോയി, ഒന്നുമില്ലായിരുന്നു. 3 4 ഒരാഴ്ചയായി, 2 ആഴ്ചയായി. എന്നും പോയി നോക്കും, രാജാവിൻ്റെ സമ്മാനം വല്ലതും മെയിലിൽ വന്നിട്ടുണ്ടോ എന്നറിയാൻ. 2 ആഴ്ച കഴിഞ്ഞപ്പം അദ്ദേഹം ഈ അന്വേഷണം അങ്ങ് ഉപേക്ഷിച്ചു. വലിയൊരു മനുഷ്യൻ, രാജാവ്, 100,000 കാര്യങ്ങൾക്കിടയിൽ എൻ്റെ ഈ ചെറു കാര്യം എങ്ങനെ ഓർത്തിരിക്കാനാ? ഒരു പക്ഷേ മറന്നുപോയതായിരിക്കാം, ഒരു പക്ഷേ നിസ്സാരമായി കണ്ട് അവഗണിച്ചതാകാം. ഈ കളിക്കാരൻ മെയിൽ ബോക്സ് പോയി നോക്കുന്നത് അങ്ങ് ഉപേക്ഷിച്ചു. 3 ആഴ്ച കഴിഞ്ഞ് യാദൃശ്യമായി ആ മെയിൽ ബോക്സ് പോയി തുറന്നു നോക്കിയപ്പോൾ ഒരു വലിയ പാഴ്സൽ അതിൻ്റെ അകത്ത് കിടക്കുന്നു. അതിൽ കോൺഫിഡൻഷ്യൽ എന്നൊരു തലക്കെട്ടുമുണ്ട്. ഇടതുവശത്ത് രാജാവിൻ്റെ അടയാളവുമുണ്ട്. ഇതാണ് ഈ ദൗത്യം ഉപേക്ഷിച്ചതാ, കിട്ടുകയില്ലെന്ന് വിശ്വസിച്ചതാ. അപ്പോഴാണ് രാജാവിൻ്റെ മറുപടി പാഴ്സലിൽ വന്നിരിക്കുന്നത്. വെപ്രാളത്തോടെ, പരവേശത്തോടെ അതെടുത്ത് ഓടി വീട്ടിൽ പോയി പൊട്ടിച്ചു നോക്കിയപ്പോൾ എന്തായിരുന്നു
രാജാവ് കൊടുത്തതെന്നറിയാമോ? 500 ഏക്കർ സ്ഥലത്തിനുള്ള തീരാധാരമാണ് സൗദി രാജാവ് കേവലം ഒരു കമ്പ് വടി ചോദിച്ച ഈ കളിക്കാരന് കൊടുത്തത്. ബിഷപ്പ് മാറി എന്ന ആള് ഈ സംഭവത്തിൽ നിന്ന് നടത്തുന്ന വ്യാഖ്യാനം, അതിൻ്റെ വിശദീകരണം, ചോദിച്ചത് ഒരു നിസ്സാര കാര്യം, ലഭിച്ചത് എത്രയോ മടങ്ങ് വലുത്. ചോദിച്ചു കഴിഞ്ഞ ഉടനെ അത് കിട്ടിയില്ല. രാജാവിനൊരു കാലമുണ്ട്, രാജാവിനൊരു സമയമുണ്ട്, രാജാവിന് കൊടുക്കാൻ ഒരു തീരുമാനമുണ്ട്. ഇതിനെ ഈ ഭൂമിയിലെ ഒരു രാജാവ് ഇപ്രകാരമാണ് ചെയ്തതെങ്കിൽ, രാജാക്കന്മാരുടെ രാജാവായ ദൈവം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത് നാം നനയ്ക്കുന്ന സമയത്തായിരിക്കില്ല, നാം കണക്ക് കൂട്ടുന്നത് പോലെയും ആയിരിക്കില്ല. നാം ചോദിക്കുന്നത് ഒന്നായിരിക്കും, പക്ഷേ രാജാവിൻ്റെ മനസ്സിൽ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി, കരുതലിനെ പ്രതി തരുന്നത് എത്ര സമൃദ്ധിയായ അനുഗ്രഹമാണെന്ന് ഈ ബിഷപ്പ് ഈ ദൃഷ്ടാന്തത്തിലൂടെ, ഈ സംഭവത്തിലൂടെ വ്യാഖ്യാനിക്കുന്നത് എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് കഴിഞ്ഞ ആഴ്ച അയച്ചു തന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ യാചനകൾ, നമ്മുടെ അന്വേഷണങ്ങൾ, നമ്മളുടെ നിരന്തരമായ മുട്ടിക്കൊണ്ടിരിക്കുന്ന അനുഭവം, അവിടെ നിരാശയ്ക്ക് ഇട കൊടുക്കരുത്. നാം ചോദിക്കുന്നതായിരിക്കില്ല, നാം അന്വേഷിക്കുന്നതായിരിക്കുന്നില്ല. സർവാധി രാജാവായ ദൈവം തമ്പുരാന് കരുതലിൻ്റെ ആത്മാവിൽ നമുക്ക് തരുന്നതിന് ഒരു സമയമുണ്ട്, ഒരു കാലമുണ്ട്, ഒരളവുണ്ട്. അത് തിരിച്ചറിഞ്ഞ് നിരാശപ്പെടാതെ പ്രാർത്ഥനയെ നമ്മുടെ ജീവിത ശൈലിയാക്കി മാറ്റുകയും പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ ഒരു ജീവിതക്രമം നമ്മിൽ ഉണ്ടാകുകയും ചെയ്യണം എന്ന് ഈ വേദഭാഗം നമ്മെ ശക്തമായി പ്രബോധിപ്പിക്കുന്നു.